നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നണികളൊക്കെ നാട് മുഴുവനും ഓടി നടക്കാണ്. സപ്പോർട്ട് തരാനുണ്ടോ സപ്പോർട്ട് വെച്ചിട്ട് ഇന്നാ പിടിച്ചോ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ രംഗത്ത് വന്നു. ജമാഅത്തെ ഇസ്ലാമിയാ അവരുടെ സപ്പോർട്ടൊക്കെ ആരെങ്കിലും സ്വീകരിക്കുമോ സംശയം ഉണ്ടായിരിക്കും. സ്വീകരിക്കും, ഇഷ്ടംപോലെ സ്വീകരിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആരുടെയും വോട്ട് സ്വീകരിക്കുന്നത് തെറ്റൊന്നുമില്ല. പിന്നല്ല അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് ചെന്നിത്തല. ഇവിടെ ചിലവരുണ്ട് ഒരു വർഗീയവാദിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നത്. അതൊന്നും UDF അടുത്തേക്ക് എടുക്കണ്ടാ. അവര് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളല്ലേ, അതുകൊണ്ട് ഇവിടെ എന്തും പോകും. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്ക് ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. ഓ അങ്ങനെ ചേട്ടാ ഒരു പരിപാടാ. അപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളൊക്കെ അപ്പാടെ മാറി. ഇപ്പൊ അവര് നല്ലവരായ ഉണ്ണികളാണ്. അപ്പൊ പിന്നെ ആ സപ്പോർട്ട് നമ്മള് സ്വീകരിക്കേണ്ടതെന്നാണ് ചേട്ടൻ ചോദിക്കണത്. പ്രതിപക്ഷ നേതാവ് അതിനുശേഷം നടത്തിയ ഒരു പ്രസ്താവനയിൽ ജമാഅത്തെ ഇസ്ലാമി പഴയ ആശയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വളരെയേറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സംഗതിയാണ്. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പൊ ആശയങ്ങളൊന്നും മാറിയില്ലേ? അപ്പൊ പിന്നെ സതീശേട്ടൻ എന്തിട്ടാ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി പണ്ടത്തെ പോലെ ഒന്നല്ല, അവരാകെ മാറിയെന്ന് ഭയങ്കര കോൺഫിഡൻസിൽ പറയണ്ടായിരുന്നല്ലോ. അതെന്തിട്ട് കോക്കനട്ടാ? ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് വേണ്ട പോലെ പഠിച്ചിട്ടല്ല ഈ പ്രസ്താവന എന്നാണ് തോന്നുന്നത്. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്നല്ലാതെ അവരൊരിക്കലും അവരുടെ ആശയത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. മതനിരപേക്ഷ ഉള്ളടക്കത്തെയെല്ലാം പൂർണ്ണമായിട്ടും തള്ളി എല്ലാ വർഗീയ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന കുറേ കാലമായിട്ടുള്ള പ്രവർത്തനം തുടരുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത് ആര്യാ ഷൗക്കത്ത് പറഞ്ഞാലും VD സതീശൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒക്കെ അതാ സംഭവം. അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് PDPയുടെ സപ്പോർട്ട് അല്ലേ? നമ്മളെല്ലാരും അറിയണ്ടാ. എന്തിനാണ് പറയേണ്ട കാര്യം? PDPയും ജമാഅത്തെ ഇസ്ലാമി ഒരുപോലെയാ അല്ലേ? ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്ന് RSS പറയുന്നത് പോലെ അതിന് കൗണ്ടർ പാർട്ടായിട്ട് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ നിലപാടൊന്നുമല്ലല്ലോ PDP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ പറയേ. PDP എന്ന് വെച്ചാൽ എന്താ? പീഡിപ്പിക്കപ്പെട്ടവരുടെ പാർട്ടി. നമ്മുടെ പാർട്ടിനെ കുറിച്ച് അറിയാല. പീഡിപ്പിക്കപ്പെട്ടവരെയും അടിച്ചമർത്തപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് PDPയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഹിന്ദു മഹാസഭ ആർക്കാ പിന്തുണ അത് നിങ്ങൾ ആരും ചോദിക്കണല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ടും ആ സപ്പോർട്ട് സ്വീകരിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. ഹിന്ദു മഹാസഭയുടെ സപ്പോർട്ട് ആർക്കാ? LDF-നല്ലേ? അതിൽ നിങ്ങൾക്ക് ആർക്കൊന്നും ചോദിക്കാനില്ലേ എന്നാണ് സതീശേട്ടൻ വിഷമം പറയണത്. ആണോ കോൺഗ്രസ്? ഹിന്ദു മഹാസഭയുടെ സപ്പോർട്ട് നിങ്ങൾക്കാ? ഹിന്ദു മഹാസഭ ഉണ്ടോ അതിൽ എനിക്കറിയില്ല. ഹിന്ദു മഹാസഭ എന്നൊരു സാധനം പണ്ട് സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെ ലയിച്ച് RSS ലയിച്ചല്ലേ ജനസംഘം, BJP അങ്ങനെയുള്ള പുതിയ പാർട്ടികൾ ഉണ്ടായി വന്നത്. അച്ചോടാ, ഹിന്ദു മഹാസഭ എന്തുട്ടാന്ന് പോലും അറിയാത്തവരുടെ മേല് ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ എങ്ങനെ തോന്നുന്നു സതീശേട്ടാ? കഷ്ടം കേട്ടാ. നമ്മുടെ വിജയരാഘവൻ സഹായിട്ട് ചർച്ച നടത്തിയിരുന്നു. കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെയായിരുന്നു. അവിടെ ഇന്നലെ പത്രസമ്മേളനം ചെയ്തിരുന്നു. വിജയരാഘവൻ സഖാവായിട്ട് ചർച്ച നടത്തിയെന്നാ? അപ്പൊ പുള്ളിയല്ലേ ഇപ്പൊ പറഞ്ഞത് ഹിന്ദു മഹാസഭ എന്തുട്ടാന്ന് പോലും അറിയില്ലെന്ന്? ഒന്നുമേ പുരിയില്ലേ? ചിലപ്പോ വ്യാജാരോപണായിരിക്കല്ലേ? ഹിന്ദു മഹാസഭ എന്തുട്ടാന്നറിയാട്ടാ? നേരത്തെ ചോദിച്ചപ്പോഴേ മറന്നുപോയതാ. അവര് ജസ്റ്റ് വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് അപ്പൊ തന്നെ പോയി. ഇത്രേ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ പലരും വരും. അതിപ്പോ പിന്നെ കാവി എടുത്തവര് വരും, പിന്നെ പള്ളിയിലച്ചന്മാര് വരും, മൗലവി വന്നിരുന്നു അവിടെ. അതിങ്ങനെ സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ആൾക്കാർ വരില്ലേ, അത് വരികയും പിന്നെ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. അത് ഓഫീസിൽ വരുന്ന ആൾക്കാർ നമ്മൾ പുറത്തിറക്കി വിടാൻ പറ്റില്ല. പിന്നെ വിജയരാഘവൻ പലതും പറയും. വിജയരാഘവൻ ഈ കോൺസ്റ്റിറ്റ്യൻസിയിൽ തന്നെ ഉള്ളതാണ് ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ സാഹചര്യം ഉണ്ടാക്കുക. അതേ ഇവിടെ തന്നെ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാണ്. വോട്ട് കിട്ടാൻ വേണ്ടി എന്തൊക്കെ തത്രപ്പാടുകളാ, എന്തൊക്കെ തരം സ്നേഹപ്രകടനങ്ങളാ. ഒരു സൈഡില് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകുന്ന UDF, മറു സൈഡില് PDPയോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകുന്ന LDF. ഒരു ടച്ചിങ്സിന് ഹിന്ദു മഹാസഭയും. പറയണതൊന്ന് പ്രവർത്തിക്കണത് വേറൊന്ന് എന്ന് പറയണ പോലത്തെ സ്നേഹപ്രകടനങ്ങള് ഇനി എത്ര കാണേണ്ടി വരുമോ എന്തോ.